വമൻ അറള ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമ അഅമാ ഖാല റബ്ബി ലിമ ഹശർതനീ അഅമാ وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. കണ്ണ് കാണാൻ കഴിവുള്ള മനുഷ്യൻ മരിച്ചു പോവുകയാണ്, കാത് കേൾക്കാൻ കഴിവുള്ള മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ്. സംസാരിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ ഇതാ മരിച്ചു പോകുമ്പോ അവനെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വേളയിൽ അവന് സംസാരിക്കാൻ കഴിയുന്നില്ല, അവന് കേൾക്കാൻ കഴിയുന്നില്ല, ഹൂറികളെ കാണാൻ കഴിയുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ഈ മഹാപാപിയായ മനുഷ്യൻ ചോദിക്കുകയാണ്, പടച്ചവനെ ഖാല റബ്ബി ലിമ ഹശർതനീ അഅമാ വഖദ് കുൻതു ബസീറാ. പടച്ചവനെ, ദുനിയാവിൽ എന്റെ കണ്ണിൽ ഒരു പോറൽ പോലും ഇല്ലാത്തവനായിരുന്നില്ലേ, എനിക്ക് കാണാനുള്ള കഴിവുണ്ടായിരുന്നല്ലോ, കേൾക്കാൻ കഴിവുണ്ടായിരുന്നല്ലോ. അല്ലാ, ഞാൻ വാക്ചാതുര്യതയോടെ സംസാരിക്കുന്നവനായിരുന്നു പടച്ചവനെ, ഞാൻ എത്രയോ ഉച്ചത്തിൽ സംസാരിക്കുന്നവനായിരുന്നു. അല്ലാ, ഇന്നെനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല നാഥനെ, കാണാൻ കഴിയുന്നില്ല നാഥനെ, കേൾക്കാൻ കഴിയുന്നില്ല. അല്ലാ, വഖദ് കുന്തു ബസീറാ. കാണാൻ കഴിയുമായിരുന്നു, കേൾക്കാൻ കഴിയുമായിരുന്നു, സംസാരിക്കാൻ കഴിയുമായിരുന്നു, എനിക്ക് നല്ല ആരോഗ്യമുള്ളവനായിരുന്നല്ലോ പടച്ചവനെ. ഈ മഹ്ശറിലേക്ക് വന്നപ്പോ ഇവിടുത്തെ ഈ അവസ്ഥകളൊക്കെ എനിക്കൊന്ന് കാണണ്ടേ, ഹൂറികളെ കാണണ്ടേ, സ്വർഗത്തിന്റെ അനുഭൂതികൾ എനിക്ക് കാണണ്ടേ പടച്ചവനെ. എന്റെ കണ്ണിന്റെ കാഴ്ച എവിടെ പോയി, എന്റെ കാത് എവിടെ പോയി റബ്ബേ പടച്ചവനെ ചോദിക്കുന്നു അള്ളാഹുവിനോട്. അള്ളാഹുമായിട്ടുള്ള സംസാരത്തിൽ അവർക്ക് കഴിയും, അള്ളാഹുവിനോട് സംസാരിക്കുന്നു. പക്ഷെ പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയുന്നില്ല. അതൊരു വല്ലാത്തൊരു അദാബാണ്, വല്ലാത്തൊരു ശിക്ഷയാണ് അല്ലേ. നമ്മുടെ കണ്ണിന് എന്തെങ്കിലും ഒരു അവസ്ഥ ന്യൂനത വന്നാൽ വല്ലാത്തൊരു അദാബല്ലേ, ചെവി കേൾക്കാൻ കഴിയാതെ വന്നാൽ വല്ലാത്തൊരു ശിക്ഷയല്ലേ, സംസാരിക്കാൻ കഴിയാത്ത എത്രയോ പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും, സംസാരിക്കാൻ കഴിയുന്നില്ല. ഉസ്താദേ ഒന്ന് ദുആ എടുക്കണം, എന്റെ മക്കൾ സംസാരിക്കുന്നില്ല, എന്റെ മക്കൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല, എന്റെ മക്കൾക്ക് കാണാൻ കഴിയുന്നില്ല, ഒന്ന് ദുആ ചെയ്യണം. എത്രയോ പേര് ചോദിക്കുന്നു, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അതൊരു വലിയൊരു ശിക്ഷയല്ലേ, അതൊരു വലിയൊരു അദാബല്ലേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നാളെ ഈ അവസ്ഥയിൽ ആഖിറത്തിൽ എത്തുമ്പോ അല്ലാഹു ചോദിക്കും, അല്ലാഹുവിനോട് ചോദിക്കുന്നു, എനിക്ക് നീ ദുനിയാവിൽ വെച്ച് കണ്ണു തന്നു, എനിക്ക് ദുനിയാവിൽ നീ കേൾക്കാൻ കഴിവ് തന്നു, എനിക്ക് സംസാരിക്കാൻ കഴിവ് തന്നു, ഇന്ന് നീ എന്നെ അന്ധനും ബധിരനും മൂഖനുമാക്കി നീ എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചല്ലോ അല്ലാ, എന്താണ് അതിന്റെ കാരണം, എന്താണ് അതിന്റെ കാരണം? മനസ്സിലാക്കേണ്ടത്, ചിന്തിച്ചോ, നല്ലപോലെ ചിന്തിച്ചോ. അല്ലാഹു തന്നെ മറുപടി പറയുകയാണ്. قال رب لم حشرتني وقد كنت بصيرا. قال الله മറുപടി كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. ആ ദുനിയാവിൽ വെച്ച് എനിക്ക് വേണ്ടി, എന്നെ നമസ്കരിക്കുന്നതിന് വേണ്ടി, എന്നെ സ്തുതിക്കുന്നതിന് വേണ്ടി നിന്നെ വിളിച്ചില്ലേ, മിനാരങ്ങളിൽ നിന്ന് നിന്നെ ക്ഷണിച്ചില്ലേ. ഹറാമ് കാണരുതേ, ഹറാമ് കേൾക്കരുതേ, ഹറാമ് സംസാരിക്കരുതേ, ഗീബത്ത് നമീമത്ത് ദൂഷണം ഏഷണി നിന്റെ നാവ് കൊണ്ട് പറയരുതേ, കളവ് പറയരുതേ, വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കരുതേ, ചതിക്ക് കൂട്ടു നിൽക്കരുതേ എന്നെല്ലാം എന്റെ ദൂതൻ നിന്നോട് വിളിച്ചോദിയപ്പോൾ അതെല്ലാം നീ തള്ളിക്കളഞ്ഞവനല്ലേ, കളവാക്കിയവനല്ലേ. അന്ന് നിന്റെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നിട്ട് അത് കാണാത്ത അന്ധനെ പോലെ, മൂകനെ പോലെ, ബധിരനെ പോലെ നടന്നവനല്ലേ. വകദാലികൽ യൗമ തുൻസാ. ഇന്നേ ദിവസത്തിൽ ഞാനും നിന്നെ മറന്നുപോയി. ഒറ്റ വാക്കേ ഉള്ളൂ, ഒറ്റ മറുപടിയാണ്, വല്ലാത്ത മറുപടിയാണ്. അന്ന് ദുനിയാവിൽ വെച്ച് നീ എന്നെ മറന്നു, ദുനിയാവിൽ വെച്ച് നീ എന്നെ മറന്നു, ഇന്ന് ഞാൻ നിന്നെ മറന്നു. എനിക്കറിയില്ല യാ അല്ലാഹ്, നീ ഏത് എനിക്കറിയില്ല. നേരെ നരകം. മഅവാഹും ജഹന്നം
വസാഅത് മസീറാ. അവരുടെ സങ്കേതം ദുർഘടമാണ്, ദുഷിച്ചതാണ്, നശിച്ചതാണ്, തകർന്നതാ. ആ സങ്കേതമാണ് ബദിരരേ, മൂകരേ, അന്ധരേ നിങ്ങൾക്കുള്ള താവളം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബദിരരും മൂകരും അന്ധരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിൽ വെച്ച് കാണാനും കേൾക്കാനും ഒക്കെ കഴിവുണ്ട്. പക്ഷെ കണ്ണ് എന്തിനാണ്? ആ കണ്ണുകൊണ്ട് അവൻ അള്ളാഹുവിനെ കാണാൻ തയ്യാറായില്ല. നാളെ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിനെ കാണുന്നതിന് വേണ്ടി അവന്റെ കണ്ണ് ഉപയോഗിക്കുമെങ്കിൽ ഈ ദുനിയാവിൽ ഹറാം മാത്രം കണ്ട് ജീവിച്ച കണ്ണുകളാ. ആ കണ്ണുകൾക്ക് നാളെ ആഖിറത്തിൽ കാണാൻ കഴിവില്ല. അപ്പൊ കണ്ണ് കാണാതൊക്കെ നാളെ ആഖിറത്തിൽ എങ്ങനെ വരും ഉസ്താദേ? ഇന്നും കണ്ണില്ലാത്ത പൊട്ടന്മാര്, അന്ധന്മാരൊക്കെ നടന്നു പോകുന്ന കണ്ടിട്ടില്ലേ? എന്ത് ത്യാഗം സഹിച്ച. നാളെ ആഖിറത്തിൽ നീ വരുമ്പോൾ അത്രയും പീഡനങ്ങൾ. അവിടെ പോയിടിക്കും, ഇവിടെ പോയിടിക്കും, അവിടുന്ന് ഇടി കിട്ടും, ഇവിടുന്ന് ഇടി കിട്ടും, ആ കുഴിയിൽ ചാടും, ആ കല്ലിൽ ചാടും, ആ കുപ്പിച്ചിലിൽ കയറി വീടും. ഇങ്ങനെയുള്ള അതൊരു അദാബ് തന്നെയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നാളെ മഹ്ശറിലേക്ക് വരിക. അങ്ങനെ കഷ്ടപ്പെട്ടായിരിക്കും മഹ്ശറിലേക്ക് വരിക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഓർക്കണ സുഹൃത്തെ, സഹോദര, അള്ളാഹു കണ്ണ് തന്നു, അത് അള്ളാഹെ കാണണം. ആ കണ്ണ് അള്ളാഹെ കാണണം. അള്ളാഹെ കാണാനാണ് ആ കണ്ണ്. ആഖിറത്തിന്റെ അവസ്ഥകൾ കാണണ്ടേ, മഹ്ശർ കാണണ്ടേ, ഹൂറികളെ കാണണ്ടേ, ഹൂറികളുടെ പാട്ട് കേൾക്കണ്ടേ. ഏറ്റവും നല്ല പാട്ട് പാടുന്ന ഹൂറികളാണ്. സ്വർഗത്തിലെ ഹൂറി പെണ്ണുങ്ങളുടെ പാട്ട്, നല്ല പാട്ട് പാടും. അത് കേൾക്കാനുള്ള ചെവിയാണ്. അവരുടെ നല്ല സംസാരമാണ്, മധുരമായ സംസാരമാണ്. ആ സംസാരം കേൾക്കണോ, അത് സംസാരിക്കണോ, അവരുമായിട്ട് സംസാരിക്കണോ. നിനക്ക് നാവ് വേണം, നിനക്ക് നാവ് വേണം. ഇത് മൂന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. വനഫിഖ ഫിസ്സൂർ ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد. അന്ധന്മാരെ കൊണ്ടുപോകുന്നവർ നാളെ മഹ്ശറിലേക്ക് കൊണ്ടുപോകണം. അന്ധന്മാരെ രണ്ട് മലക്കുകൾ വരും. രണ്ട് മലക്കുകൾ ഇവനെ തെളിച്ചു കൊണ്ടുപോവുകയാണ് അള്ളാന്റെ കോടതിയിലേക്ക്. കണ്ണും കാണൂല, ചെവിയും കേൾക്കൂല, കാതും കേൾക്കൂല, ഒന്നുമില്ല. പക്ഷെ മലക്കുകൾക്കും അള്ളാഹു ഇവരുമായിട്ട് ചർച്ചകൾ ചെയ്യാൻ കഴിയും. അതൊരു വല്ലാത്ത ഹാലാണ്. അത് അവരും മലക്കുകളും അറിയുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം, സത്യം മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഖിയാമത്ത് നാളിലേക്ക്, മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് വലതുഭാഗത്തൊരു മലക്ക്, ഇടതുഭാഗത്തൊരു മലക്ക്. ഇവന്റെ ഏടുകൾ പിടിക്കുന്ന ഒരു മലക്ക്, ഇവനെ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്ന ഒരു മലക്ക്. وجاءت كل نفس معها سائق وشهيد. ഒരാൾ വലിച്ചു കൊണ്ടുപോകാൻ, ഒരാൾ ഇവൻ ഇന്നെ തെറ്റ് ചെയ്തവനാണ്, ഇന്നെ പാപം ചെയ്തവനാണ്, അധർമ്മം പ്രവർത്തിച്ചവനാണ് എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷ്യം വഹിക്കാൻ ഒരു മലക്ക്. ചിന്തിച്ചോ, ഇതൊക്കെ ചിന്തിച്ചോ സഹോദരിമാരെ, സഹോദരങ്ങളൊക്കെ അടക്കം. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റും ഓരോ പാവവും എഴുതി വെക്കുന്നുണ്ട്. ഇവരാണ് വരുന്നത് കൂട്ടത്തിൽ കൊണ്ടുപോകാൻ. അല്ല, യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റൂല, ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റൂല. ما يلفظ من قول إلا لديه رقيب عتيد. റഖീബ് അതീദ് എല്ലാം എഴുതി രേഖപ്പെടുത്തുന്നു, ഒന്നും വിടുകയില്ല. നാളെ മഹ്ശറിൽ കൊണ്ടുപോകുമ്പോഴാണ് കിതാബ് കൊടുക്കുന്നത്. എത്തിയില്ല, മഹ്ശറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഓരോ കോലത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്, കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ അന്ധനായവൻ, ഈ മൂകനായവൻ, ബധിരനായവൻ ഈ മാലാഖമാരോട് ചോദിക്കുകയാണ്, എനിക്കെന്തേ കണ്ണ് കാണാത്തത് മലക്കുകളെ, എനിക്കെന്തേ കാത് കേൾക്കാത്തത് മലക്കുകളെ, എനിക്കെന്തേ സംസാരിക്കാൻ കഴിയാത്തതെന്ന് മാലാഖമാരോട് ഈ മനുഷ്യൻ ചോദിക്കുമ്പോ മലക്കുകൾ അവന് മറുപടി നൽകുകയാണ്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ عنك غطاءك فبصرك اليوم حديد. നാളെ ഖിയാമത്ത് നാളുണ്ടാകും, വിയർപ്പിൽ മുങ്ങുന്ന മഹ്ശറ ഉണ്ടാകും, നാളെ വിചാരണ ഉണ്ടാകും, സിറാത്ത് എന്ന പാലമുണ്ടാകും, നാളെ സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നെല്ലാം ഉലമാക്കൾ നിന്നെ ധരിപ്പിച്ചില്ലേ? പ്രവാചകന്മാര് വന്ന് നിന്നെ പഠിപ്പിച്ചിരുന്നില്ലേ? അന്ന് നിനക്ക് കണ്ണുണ്ടായിരുന്നു, കാതുണ്ടായിരുന്നു, സംസാരിക്കാനുള്ള നാവുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നീ ഉപയോഗിച്ചത് അല്ലാഹ്ക്ക് വേണ്ടിയല്ല.
ഫലഖദ് ഖുൽത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഈ ഒരു ദിവസത്തെ നീ അവിശ്വസിച്ചുകൊണ്ട് ഇതിൽ നിന്ന് നീ അശ്രദ്ധനായവനാണ്. പക്ഷേ ഫകശഫ്നാ അൻക ഗിതാഅക് ഫബസറുകൽ യൗമ ഹദീദ്. അങ്ങനെ മലക്കുകൾ അവനോട് പറയുകയാണ്, ഇന്ന് നിനക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇവിടുത്തെ അവസ്ഥകൾ ഇത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ഇതാണ് മഹ്ശർ. നടക്കടാ നടക്കടാ, റബ്ബിന്റെ കോടതിയിലേക്ക് നിന്നെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. റബ്ബനാ ഖാല ഖരീനു റബ്ബനാ മാ അഗ്തൈതനാ, ഞങ്ങളെ അല്ല അല്ലാഹുവേ, ഞങ്ങളെ പിഴച്ചുപോയി, ഞങ്ങളെ പിഴപ്പിച്ചതാണ് പടച്ച തമ്പുരാനെ. ഞങ്ങൾ ദുനിയാവിന്റെ അശ്രദ്ധയിൽ ഞങ്ങൾ കുടുങ്ങിപ്പോയതാണല്ലാ, ദുനിയാവിന്റെ രസലീലയിൽ ഞങ്ങൾ വീണുപോയി നാഥനെ. അല്ലാഹുവേ, ഇനി അങ്ങനെ ഒരു സംഭവം ഞങ്ങളിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് മടക്കുമോ നാഥാ? ഇനി സദ്വരത്തനായ സദ്ഗുണസമ്പന്നനായ നിന്റെ ഇഷ്ടദാസനായി ഞങ്ങൾ മടങ്ങി വരാം. അല്ലാ റബ്ബനാ അബ്സറനാ വസമിഅനാ, ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി അല്ലാ, എന്താണ് മഹ്ശറ എന്ന് പറയുന്ന ലോകം, എന്താണ് വിചാരണയെന്നും എന്താണ് ഖബറിന്റെ ജീവിതമെന്നും അല്ലാഹുവേ ഞങ്ങൾക്ക് ബോധ്യമായി മനസ്സിലായി. ഇനി ഞങ്ങൾ അതനുസരിച്ച് ജീവിച്ചു കൊള്ളാം പടച്ചവനെ. ഫർജിഅനാ, ഒന്ന് മടക്കുമോ റബ്ബേ, ഒന്ന് മടക്കുമോ റബ്ബേ. നിഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ, എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്തു കൊള്ളാം. ഭൗതികമായ ഒരാഡംബരവും ഇനി ഞങ്ങൾക്ക് വേണ്ട നാഥനെ. ഉറപ്പ് നൽകുന്നു അല്ലാ, ഉറപ്പിച്ചു പറയുന്നു അല്ലാ, ഒരവസരം കൂടി നൽകി മടക്കുമോ നാഥാ? മഹ്ശറിലേക്ക് കൊണ്ടുപോകും, വിലപിക്കും മനുഷ്യൻ. പ്ലീസ് മലക്കളെ പ്ലീസ്. കോടതിയിലോട്ടൊക്കെ പോലീസുകാർ കള്ളനെ കൊണ്ടുപോകുമ്പോ പ്ലീസ് സാറേ, എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ 2000 റുപ്യ തരാം സാർ, 5000 റുപ്യ തരാം സാർ, ഞങ്ങൾ എങ്ങനെയെന്ന് പറഞ്ഞു പ്ലീസ്, ഞങ്ങൾ എന്നോട് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് അത് ചെയ്തുതരാം ഇത് ചെയ്തുതരാം. നടക്കോ സംഭവം? ഇവനെ കൊണ്ടുപോകാൻ പറ്റും? മലക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മലക്കളാണല്ലോ, കൈക്കൂലി വാങ്ങിക്കുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. മലക്കുകൾ എന്ന് പറഞ്ഞാൽ കഠോരമായി ശിക്ഷിക്കുന്നവരാണ്. അള്ളാന്റെ തീരുമാനങ്ങൾക്കപ്പുറത്തൊന്നും ചെയ്യുകയില്ല. അള്ളാഹു കൽപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നവരാണ്. അതാണ് മലക്കുകൾ. കൈക്കൂലി വാങ്ങിട്ടോ അതല്ലാതെ ഒന്നും പ്രവർത്തിക്കുന്നവരൊന്നല്ല. അല്ലാഹ് പറയുന്നത് പോലെ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. എന്താണോ അവരോട് കൽപ്പിക്കപ്പെട്ടത് ആ കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്യും. യാ അല്ലാഹ് കൊണ്ടുപോ, പോടാ, മണന്നോട്ട് സംസാരിക്കാൻ പറ്റില്ല, അടിയല്ലേ. മലക്കളുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ, ഉനൈസ നീ എല്ലാം എവിടം കാണുമല്ലോ. നമ്മളെ ഒന്നും ഈ കോലത്തിലൊന്നും അല്ല, നമ്മളൊന്നും ഈ അവസ്ഥയിലൊന്നും അല്ല. നമ്മളിപ്പോ ഈ ഇരിക്കുന്ന കോലത്ത് നമ്മളിപ്പോ അത്ര 50 കിലോ 60 കിലോ 80 കിലോ 90 കിലോ 100 കിലോ 105 കിലോ ഉണ്ട്, ഇത്രയേ ഉള്ളൂ. ഇതൊന്നും അല്ല. നാളെ നരകത്തിലേക്ക് പോകുമ്പോ അതൊരു വേറെ കോലാണ്, അത് വിഷയം വേറെയാണ്. അങ്ങനെ മനുഷ്യന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ ഖുർആനിൽ അതീതിലും പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെയായിരിക്കും. ഉദാഹരണത്തിന് നാളെ അവിടുത്തെ മനുഷ്യന്റെ പല്ലെന്ന് പറയുന്നത് ഒരു പല്ല് ഉഹദ് മലയോളം വലുതാണ്. ഉഹദ് മല ഒരു പല്ല്, മുനേസിന്റെ ഒക്കെ പല്ല് ഉഹദ് മല പോലെ വലുതായിരിക്കും. എല്ലാവരുടെയും പല്ല് അങ്ങനെയാണ്. നാളെ എന്തായിരിക്കും രംഗം ഒന്ന് ആലോചിച്ചു. അല്ലാഹു നമ്മളൊക്കെ സഹായിക്കട്ടെ, കാത്തുരക്ഷിക്കട്ടെ. നരകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുമ്പോണ്ടാകുന്ന വല്ലാത്ത അവസ്ഥയാണ് മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യന്റെ രൂപത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കളയും. അപ്പൊ നല്ല അവസ്ഥയിലെത്തണം. അതുകൊണ്ടാണല്ലോ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറിൽ വരുന്നവരുടെ നല്ല മുഖം, കണ്ടാൽ രസമുള്ള മുഖം, പ്രകാശിക്കുന്ന മുഖം, പ്രകാശമാനമായ മുഖത്തെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്തോതി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല മുഖം, ഒരു പീഡനങ്ങളുമില്ല, ഒരു രോദനങ്ങളുമില്ല, ഒരു വേദനയുമില്ല, ഒരു ദുഃഖവുമില്ല, ഒരു പ്രയാസവുമില്ല. ചിരിച്ച് സന്തോഷത്തോടുകൂടി മഹ്ശറയിലേക്ക് കടന്നു വരുന്ന മുഖം.
പരിശുദ്ധ ഖുർആൻ പറയുന്നു, യൗമ തബയല്ലു വതസ്വദ്ദു ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും, ചില മുഖങ്ങൾ കറുത്ത് കരുവാളിച്ചിരിക്കും. ആരുടെ മുഖം കറുത്തിരിക്കുന്നുവോ അകഫർതും ബഅദ ഈമാനിക്കും, ഈമാനുള്ളവരായതിനു ശേഷം, സത്യവിശ്വാസികളായതിനു ശേഷം കുഫറിനെ തെരഞ്ഞെടുത്തവരല്ലേ, ശിർക്കിനെ തെരഞ്ഞെടുത്തവരല്ലേ. പരിശുദ്ധമായ ഇസ്ലാമിക സംസ്കാരത്തിൽ അടിയുറച്ച് ജീവിച്ച പെണ്ണ്, എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പൊന്നു പെങ്ങന്മാരെ, ഒരു കാമുകന് വേണ്ടി ഇസ്ലാമിക ആദർശത്തെ നീ പണയപ്പെടുത്തിയവളല്ലേ, അവന്റെ പിന്നാലെ ഒളിച്ചോടിപ്പോയി ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങളിൽ പോയി മാലയിടുന്നവളായി മാറുന്നില്ലേ? നാളെ നിന്റെ മുഖത്ത് നോക്കിയാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഈ നാട്ടിൽ നിന്റെ മുഖം നല്ല രസമുള്ളതായിരുന്നു, നിന്റെ കവിൾത്തടം നല്ല തുടുത്തതായിരുന്നു, നിന്റെ ചുണ്ടോ നല്ല ചുവപ്പുള്ളതായിരുന്നു, നിന്റെ കണ്ണോ നല്ല വലിപ്പമുള്ളതായിരുന്നു, നിന്റെ ഓരോരോ അവയവങ്ങളെ കാണാനും രസിക്കാനും ത്രസിപ്പിക്കാനുമുള്ളവയായിരുന്നു. അതുകൊണ്ടാണ് ജാതിഭേദമന്യേ നിന്നെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടത്. ഇസ്ലാമിക ആദർശത്തിൽ വളർന്നു വന്ന നിന്നെ ഏതോ അവിശ്വാസികൾ നിന്നെ കടന്നു പിടിച്ചില്ലേ? അവിശ്വാസികളുടെ കിണിയിൽ നീ കുടുങ്ങിയില്ല പെങ്ങളെ. 20 വർഷം, 22 വർഷം, 18 വർഷം വരെ നിന്നെ താലോലിച്ച് വളർത്തിയ നിന്റെ ഉപ്പയെവിടെ? നിന്റെ ഉമ്മയെവിടെ? നീ സുജൂദ് ചെയ്ത നെറ്റിത്തടം എവിടെ? ആ പരിശുദ്ധമായ മുഖത്തിന്റെ ഭാവമെല്ലാം ഇതാ അല്ലാഹു മാറ്റുകയാണ്. നല്ല മുഖം ദുനിയാവിൽ വെച്ച് നല്ല സുന്ദരി, കാണാൻ നല്ല രസം, കാരണം ഈമാന്റെ അടയാളമാണ്, ഈമാന്റെ അടയാളമാണ്. ആ ഈമാന്റെ അടയാളത്തോടു കൂടിയാണ് ഈ ദുനിയാവിൽ അല്ലാഹ് നിന്നെ ജീവിപ്പിച്ചത്. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിനെ പണയപ്പെടുത്തി കുഫറിന്റെ പിന്നാലെ നീ ഓടി, ഷിർക്കിന്റെ പിന്നാലെ നീ ഓടി, കേവലം ഒരു ചെറിയ ഒരു സുഖത്തിന് വേണ്ടി അല്ലേ? ഇസ്ലാമിനെ പണയപ്പെടുത്തിയിട്ട്, ഇസ്ലാമിക ആദർശത്തെ പണയപ്പെടുത്തിയിട്ട് ഉമ്മയെയും ഉപ്പയെയും പോലും അനുസരിക്കാതെ നീ ഓടിയില്ലേ? അല്ലാഹ് എന്താ ചെയ്യാ? നിന്റെ മുഖത്തെ അല്ലാഹു തആല കറുപ്പിച്ചു കളയും. കറുത്ത് കരുവാളിച്ച കോലത്തില്, പേക്കോലത്തില് നാളെ നിന്നെ മഹ്ശറിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ചോദിക്കും, എന്റെ മുഖം നല്ല മുഖം, ദുനിയാവിൽ നല്ല പാങ്ങുള്ള മുഖമായിരുന്നല്ലോ, എന്താ എന്റെ മുഖം ഇങ്ങനെ ആയിപ്പോയത്? എന്താ എന്റെ മുഖം ഇങ്ങനെ വികൃതമായിപ്പോയത്? പ്ലീസ് പറയൂ, പ്ലീസ് പറയൂ മലക്കളെ, ഒന്ന് പറയൂ മലക്കളെ. ഉടനെ മലക്കളുടെ ചോദ്യം, അകഫറതും ബഅദ ഈമാനിക്കും, നീ മുസ്ലിമായി ജനിച്ചവനല്ലേ, ജനിച്ചവനല്ലേ? ഇസ്ലാമിക ആദർശത്തോടെ 10, 18, 20, 22 വർഷക്കാലം ജീവിച്ചു വന്നിട്ട് ഏതോ ഒരു പിശാച് നിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചപ്പോ ആദർശം പോലും വകവയ്ക്കാതെ അവന്റെ പിന്നാലെ നീ ഒളിച്ചോടിയവളല്ലേ? അപ്പോഴേക്കും അല്ലാഹു നിന്റെ മുഖത്തിന്റെ കോലം മാറ്റിമറിച്ചു. ഫദൂഖൂ അല്ലദാബ ബിമാ കുൻതും തക്ഫുറൂൻ, അനുഭവിക്കടാ, അനുഭവിക്കടി ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ ധിക്കരിച്ചവളല്ലേ, ധിക്കരിച്ചവനല്ലേ? അല്ലാഹുവിന്റെ ശിക്ഷയാണ് പെങ്ങളെ, അനുഭവിച്ചേ മതിയാവൂ, ഒളിച്ചോടാൻ സാധ്യമല്ല. കറുത്ത മുഖഭാഗമുള്ളവർ മഹ്ശറിലേക്ക് വരുമ്പോ അവരുടെ ചോദ്യത്തിന് മറുപടി മലക്കൾ ഇങ്ങനെ പറയും, പോടി, അനുഭവിച്ചോ, പോ. ഇസ്ലാം എന്ന് പറയാൻ നിനക്കൊരു പുച്ഛമായിരുന്നു ഇല്ലേ? ഇസ്ലാമിക ആദർശം ഞങ്ങളൊക്കെ നിസ്കരിക്കുന്നത് വെറുതെ, നോമ്പെടുക്കുന്നത് വെറുതെ, അത് ഹറാം ഇത് ഹറാം എന്നൊക്കെ പറഞ്ഞ് ദുനിയാവിൽ ജീവിച്ചപ്പോ നാളെ മരിക്കൂല, മഹ്ശറില്ല, ഖബറില്ല എന്ന് നീ വിചാരിച്ചിരുന്നു ഇല്ലേ? അനുഭവിക്കുന്നില്ലേ? പോ, ഫദൂഖൂ, പോ, മിണ്ടരുത്, പോ. യാ അല്ലാഹ്, നിലവിളിയോടെ നിലവിളിയായിരിക്കും, നിലവിളിയോടെ നിലവിളി. ആരികക്കാൻ അല്ലാത്ത അവസ്ഥയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അടുത്ത ആയത്ത് ഓതുകയാണ്, വഅമ്മല്ലദീന ബിയല്ലതു വജൂഹുഹും ഫഫീ റഹ്മത്തില്ലാഹ്, ആരുടെ മുഖമാണോ പ്രസാദമുള്ളത്, പ്രകാശമുള്ളത്, പ്രകാശമാനമായത്, നൂറ് കൊണ്ട് പ്രകാശിക്കുന്നത്, ഫഫീ റഹ്മത്തില്ലാഹ്, അവർ അല്ലാഹുവിന്റെ കാരുണ്യത്തിലാണ്, കാരുണ്യത്തിലാണ്.
അള്ളാഹുവിന്റെ കരുണ. അതാണ് നമ്മൾ എപ്പോഴും റഹ്മത്തിനെ ചോദിക്കുന്നത്. അല്ലാഹുമ്മ റഹംനാ, അല്ലാഹുമ്മ റഹംനാ, അല്ലാഹുമ്മ റഹംനാ. ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ പടച്ചവനെ, കരുണ ചൊരിയണേ പടച്ചവനെ എന്നൊക്കെ ചോദിക്കുന്നതിനാ. ദുനിയാവിൽ വേണ്ടി മാത്രമല്ല, ആഖിറത്തിലാണ് നമുക്ക് ഏറ്റവും വലിയ കരുണ കിട്ടേണ്ടത്. ആരുമില്ല, ഇച്ചയില്ല, ഇഞ്ഞയില്ല, ആരുമില്ല, ഇക്കയില്ല, ഇത്തയില്ല, ആരുമില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, ആരുമില്ല, എല്ലാവരും. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. ഓരോ വ്യക്തികളെ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവരിക. സ്വന്തം നഫ്സി 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 നഫ്സി. അല്ലാഹ് എന്തായി കാണുന്നത് പടച്ചവനെ, എന്തായി കാണുന്നത് അല്ലാഹുവേ, നാളത്തെ അവസ്ഥ എന്താണ് പടച്ചവനെ? അപ്പോഴാണ് രണ്ട് മുഖം. ഒന്ന് നല്ല തെളിഞ്ഞ മുഖം, ആ മുഖം ഇങ്ങനെ സന്തോഷത്താൽ തുള്ളിച്ചാടും, സന്തോഷത്താൽ തുള്ളിച്ചാടും. SSLC-യിലൊക്കെ എല്ലാ വിഷയത്തിനും A+ കിട്ടിയവരൊക്കെ തുള്ളിച്ചാടുന്നത് പോലെ, ഒന്നും കിട്ടാതെ 0+ കിട്ടിയവരെല്ലാരും മുഖമൊക്കെ കറുത്ത് കരുവാളി ചെയ്യാ തൂങ്ങിച്ചാവാൻ പോകുന്ന പോലെ, തൂങ്ങിച്ചാവാൻ പോവാണ്, വണ്ടിയുടെ മുന്നിൽ എടുത്ത് ചാടാൻ പോടുന്നത് പോലെ സന്തോഷത്തിന്റെ മുഖവുമുണ്ട്, സന്താപത്തിന്റെ മുഖവുമുണ്ട്. അള്ളാഹു നല്ല മുഖത്തിന്റെ മക്കളാക്കി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒളുവെടുക്കുന്ന സമയത്ത് ദുആ ചെയ്യണം. ഒളുവെടുക്കുമ്പോൾ, മുഖം കഴുകുമ്പോൾ, അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി ബിനൂരിക യൗമ തബയല്ലു വജൂഹു ഔലിയായി. നിന്റെ ഔലിയാക്കളുടെ മുഖങ്ങളെ നാളെ നീ പ്രകാശിപ്പിക്കുന്നത് പോലെ പടച്ചവനെ എന്റെ മുഖത്തെ നീ പ്രകാശിപ്പിക്കണമേ അല്ലാഹ്. ഒളുവെടുക്കുമ്പോൾ ദുആ ചെയ്യണം. ആ മുഖങ്ങളൊക്കെ നാളെ ആഖിറത്തിൽ മഹ്ശറിലേക്ക് വരുമ്പോൾ പ്രകാശമാനമായിരിക്കും, പ്രകാശിച്ച് ജ്വലിച്ച് നിൽക്കും, ജ്വലിച്ച് നിൽക്കും. അങ്ങനെയാണ് പ്രകാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം നാളെ തിളങ്ങിയ മുഖവുമായി, പ്രകാശത്തിന്റെ മുഖവുമായി, അവരുടെ അവയവങ്ങൾ തിളക്കമുള്ളതായി മഹ്ശറിലേക്ക് കടന്നു വരുമത്രേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബാക്കൾ ചോദിക്കുന്നു, ആരാണ് നബിയേ, ആരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ നമസ്കാരത്തിന് വേണ്ടി ഒതുവെടുത്ത അവയവങ്ങളാ. മുഖം കഴുകിയവരാണ്, കൈകാലുകളെ കഴുകിയവരാണ്, തല തടവിയവരാണ്. അങ്ങനെ അംഗസ്നാനം വരുത്തി ദിനേന 5 നേരം റബ്ബിന്റെ കോടതിയിൽ സുജൂദിൽ വീണ എന്റെ അനുയായികളുണ്ടല്ലോ, അവർ നാളെ മഹ്ശറിലേക്ക് വരുന്നത് തിളക്കമാർന്ന അവയവങ്ങളോടെയാണ്. ഞാൻ അവരുടെ അരികിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് എന്റെ സ്വർഗത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകുമത്രേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും നാളെ മഹ്ശറാവൻ സഭയിൽ തിളക്കമാർന്ന അവസ്ഥയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഒളുവിന്റെ അവയവങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കഴുകണേ. ഔ കമാ ഖാല റസൂലുള്ളാഹി. ചില ആളുകൾ ഒളു കൊടുക്കും, ഇവിടെ കഴിവില്ല, ഇവിടെ കഴിവില്ല, ഇവിടെ കഴിവില്ല. അവയവങ്ങൾ ശ്രദ്ധിക്കാൻ ഒളു കൊടുക്കുന്ന സമയത്ത്. അപ്പൊ ഒളു എടുക്കുമ്പോൾ നല്ലപോലെ ഒളു കൊടുക്കണം, പൂർണ്ണമായ അവയവങ്ങൾ കഴുകണം, ആ അവസ്ഥയിൽ ഒളു കൊടുക്കണം. അങ്ങനെ ഒളുവെടുത്താൽ അവർ നാളെ എന്നെ കാണും, നല്ല തിളക്കമുള്ള അവസ്ഥയിൽ എന്നെ കാണും. ഒളുവില്ലാത്തവന്റെയും നിസ്കാരം ഇല്ലാത്തവന്റെയും കാര്യം ചർച്ചയേ ഇല്ല. യാ അല്ലാഹ്, കല്ലി വല്ലി, അവന്റെ മുഖമൊക്കെ ടാർ വാരി എറിഞ്ഞ് മുഖത്ത് വിരൂപമായി പന്നിയുടെ കോലത്തിൽ വരും, പന്നിയുടെ കോലത്തിൽ നിസ്കാരം ഇല്ലാത്ത. ഹദീസ് കേട്ടോ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറയിലേക്ക് ഖബറിൽ നിന്ന് ജനങ്ങളെ കൊണ്ടുപോകുന്നവരെ കുറിച്ച് പറയുമ്പോ ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു ഒരായത്ത് മോദിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വരികയാണ്. യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖബറുകളിൽ നിന്ന് ജനങ്ങളെ ഇതാ കൂട്ടമായി മഹ്ശറിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അഖ്ബിർനി അൻ ഹാദിഹിൽ ആയാ, ഈ ആയത്തിന്റെ വിശദീകരണം ഒന്ന് നൽകുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂലിന്റെ സബിതത്തിലേക്ക് ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഈ ആയത്തുമായി പോയപ്പോ, ഈ ആയത്തൊന്ന് ഓതിക്കൊടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബീലാ. അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് കേട്ടപ്പോ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദാടിരോമങ്ങളും അല്ലാഹുവിന്റെ റസൂല് ധരിച്ചിരുന്ന പരിശുദ്ധമായ വസ്ത്രങ്ങളും ഹബീബായ തങ്ങളുടെ കണ്ണുനീര് കൊണ്ട് കുതിരുകയായി, കണ്ണുനീര് കൊണ്ട് നനയുകയായി. അല്ലാഹുവിന്റെ റസൂലിന് സംസാരിക്കാൻ കഴിയുന്നില്ല, ഹബീബായ തങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. നാളെ മഹ്ശറിലേക്ക് ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ട്
കൊണ്ടുവരുന്ന രംഗം അല്ലാഹുവിന്റെ റസൂൽ നേരിൽ കാണുകയാണ്. ഹബീബായ തങ്ങൾ ബഹുമാനപ്പെട്ട മുആദിനെ നോക്കിയിട്ട് പറയുകയാ, സഅൽത അന്നംറിൻ അളീം യാ മുആദ്. മുആദേ, നീ ചോദിച്ചത് വല്ലാത്ത ചോദ്യമാണ്, വല്ലാത്ത ചോദ്യമാണ് മുആദേ. അത് മറുപടി പറയാൻ എനിക്ക് കഴിയുന്നില്ല, സാധ്യമാകുന്നില്ല. മഹാനായ പ്രവാചകൻ പൊട്ടി പൊട്ടിക്കരയുകയാണ്. എന്നെ കുറിച്ചോ നിന്നെ കുറിച്ചോ മാത്രമല്ല, ഹബീബായ തങ്ങളുടെ പൊന്നുമോളെ കുറിച്ചല്ല, ഹബീബായ തങ്ങളുടെ പ്രിയതമകളായ ഭാര്യമാരെ കുറിച്ചല്ല. നമ്മുടെ ഓരോ വ്യക്തികളുടെ അവസ്ഥകൾ നാളെ മഹ്ശറ വൻസഭയിലേക്ക് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഓർത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. അവിടുത്തെ കണ്ണുനീര് കൊണ്ട് വസ്ത്രങ്ങളെല്ലാം കുതിരുമ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, മുആദ്, എന്റെ ഉമ്മത്തികളെ ഖബറിൽ നിന്ന് 12 വിഭാഗങ്ങളായി ഉയർത്തെഴുന്നേൽപ്പിക്കും. അതിലൊരു വിഭാഗം യുഹ്ശറൂന മിൻ ഖുബൂരിഹിം അലാ സൂറത്തിൽ ഖനാസിറ. ഒരു വിഭാഗം ആളുകളെ പന്നിയുടെ കോലത്തിലാണ് കൊണ്ടുവരപ്പെടുക. അതെന്റെ വിഭാഗത്തിൽ പെട്ടവരാണല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ മഹ്ശറിന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് കാണിക്കുകയാണ്, മുഹമ്മദേ, അവിടുത്തെ സമുദായത്തിലെ ഒരു വിഭാഗത്തെ പന്നിയുടെ കോലത്തിലാണ് കൊണ്ടുവരിക. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്റെ ഉമ്മത്തികളാണെന്ന് കേട്ടപ്പോ ഫബകാ തവീലാ, അല്ലാഹുവിന്റെ റസൂൽ നിർത്താതെ കരയുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, മൻ ഹൗലാഇ യാ ജിബ്രീൽ. ആരാണ് ജിബ്രീലേ, ആരാണ് ജിബ്രീലേ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഹബീബേ, നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരാണ്. ഹൗലാഇ മിൻ ഉമ്മത്തിക, നിങ്ങളുടെ സമുദായത്തിലെ പെട്ടവര് തന്നെ, അവിടുത്തെ അനുയായികളിൽ പെട്ടവര് തന്നെ. പക്ഷേ വഹും യതഹാവനൂന ബിസ്സലാ, നമസ്കാരത്തിൽ ഉദാസീനത കാണിക്കുന്നവരാണ്. പള്ളിയുടെ അരികിൽ കിടന്നാൽ പോലും 5 നേരം ബാങ്ക് വിളി കേട്ടാൽ പോലും നമസ്കാരത്തിന് താല്പര്യം കാണിക്കാത്ത, താല്പര്യം പ്രകടിപ്പിക്കാത്ത അവിടുത്തെ അനുയായികളുണ്ടല്ലോ, ആ അനുയായികളെ നാളെ പന്നിയുടെ കോലത്തിലാണ് കൊണ്ടുവരിക. അവരുടെ മുഖം കറുത്ത് കരിവാളിച്ചിരിക്കും, അവരുടെ മുഖം വിരൂപമായിരിക്കും, അവരുടെ മുഖത്തേക്ക് അല്ലാഹു നോക്കുകയേ ഇല്ല. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഇത് കേട്ടപ്പോ പൊട്ടിക്കരയുകയാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വഫാത്തിനോടടുത്ത സമയത്ത് പോലും അലൈക്കും ബി ഉമ്മത്തി അസ്സലാ, എന്റെ ഉമ്മത്തികളെ നിങ്ങൾ മുറുകെ പിടിക്കണേ, നമസ്കാരം മുറുകെ പിടിക്കണേ. നാളെ നിങ്ങൾക്ക് എന്നെ കാണണ്ടയോ, എന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കണ്ടയോ, നാളെ എന്റെ ശഫാഅത്ത് വേണ്ടയോ, നിങ്ങളുടെ കൈക്ക് ഞാൻ പിടിക്കണ്ടയോ, നിങ്ങളെ നമസ്കാരം ഒഴിവാക്കരുതേ, നമസ്കാരം ഒഴിവാക്കരുതേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മിഅ്റാജിൽ കൊണ്ടുപോയി ഒരു നരകത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. നബി തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, സുമ്മാ തആലാ ഖൗമിൻ, ഒരു വിഭാഗത്തിന്റെ അരികിലേക്ക് എന്നെ കൊണ്ടുപോവുകയാ. ഞാൻ അവരെ ഒന്ന് നോക്കിയപ്പോ വലിയ വലിയ പാറക്കഷണങ്ങൾ കൊണ്ട് ആ സമുദായത്തിന്റെ തല എറിഞ്ഞു പൊട്ടിക്കുന്നു മാലാകമാർ. അവരുടെ തല പൊട്ടിച്ചിതറുകയും തലച്ചോറ് തിളച്ചു മറിയുകയും രക്തം മാർന്നൊഴുകുകയും ചെയ്യുമ്പോ അവർ നിലവിളിക്കുന്നു, യാ ഹസ്രതാ, എന്റെ നാശമേ, എന്റെ നാശമേ, ഞങ്ങളെ ഒന്ന് മടക്കുമോ, നാട്ടിലേക്ക് മടക്കുമോ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മൃഗീയമായ കാഴ്ചകൾ അല്ലാഹുവിന്റെ റസൂലിനെ കാണിച്ചു കൊടുക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഈ വിഭാഗം എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുകയാ, ഹൗലാഇ അല്ലദീന തതസാഖതു റൂസുഹും അനിസ്സലാ. നബിയേ, ഈ തല അവർക്ക് നമസ്കാരത്തിന്റെ ബാങ്ക് വിളി കേട്ടാൽ
കൊടുത്താൽ ഈ തലയിൽ അവർക്കൊരു ഭാരമായിരുന്നു. അവരല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അവർക്കതൊരു ഭാരമാണ്. ആരെങ്കിലും ഒരു 10 രൂപ ടിപ്സ് കൊടുത്താൽ തല കുനിച്ചു നിന്ന് അവരെ വന്ദിക്കുന്നവരാ. ഒരു പാട്ട് പാടിയാൽ, ഒരു റിയാലിറ്റി ഷോയിൽ പോയി ആടിയാൽ, തുള്ളിയാൽ, എടി പെണ്ണേ മോളെ നിനക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് റിയാലിറ്റി ഷോയിലെ ജഡ്ജസ് പറഞ്ഞാൽ അവരുടെ മുന്നിൽ നീ തല കുനിക്കുന്നവളല്ലേ? അവരുടെ മുന്നിൽ നീ തല നമിക്കുന്നവരല്ലേ? അവർക്ക് വേണ്ടി പാദസേവ ചെയ്യുന്നവരല്ലേ? 5 നേരം പള്ളിയുടെ മിനാരത്തിൽ നിന്ന് നമസ്കാരത്തിലേക്ക്, വിജയത്തിലേക്ക് കടന്നുവാ എന്ന് വിളിക്കുമ്പോ ആ നമസ്കാരത്തിന് വേണ്ടി അവരുടെ തല അള്ളാന്റെ മുന്നിൽ കുനിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെയുള്ള അവിടുത്തെ സമുദായത്തിൽപ്പെട്ട വൃത്തികെട്ട, നെറികെട്ട, നികൃഷ്ടരായ ഉമ്മത്തികളാണ് ഹബീബേ. അവരുടെ തലയാണ് അടിച്ചു പൊട്ടിക്കുന്നതെന്ന് ഹബീബായ തങ്ങളോട് ജിബ്രീൽ പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പുന്നാര ഹബീബായ തങ്ങൾ പറഞ്ഞത്, മരണത്തോടടുത്ത് കിടക്കുന്ന സമയം ചുണ്ട് ചലിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് പോയി ചെവിയൊന്ന് വെച്ചു നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ ഉമ്മത്തികളോട് ഉപദേശിക്കണേ, അസ്സലാ അസ്സലാ. നമസ്കാരം എന്റെ ഉമ്മത്തോട് പറഞ്ഞു, നമസ്കാരം ഇല്ലാതെ നീ എന്തെല്ലാം നന്മ ഈ ദുനിയാവിൽ ചെയ്താലും, എത്ര വാള് സംഘടിപ്പിച്ചാലും, ഈ വാളിന് വേണ്ടി ലക്ഷങ്ങൾ നിങ്ങൾ ചെലവ് ചെയ്താലും, നമസ്കാരമില്ലാതെ ഒരു തരിമ്പ് അല്ലാഹു സ്വീകരിക്കൂല. പ്രതീക്ഷിക്കേ വേണ്ട. അവരുടെ മുഖം നാളെ മഹ്ശറിൽ വരുന്നത് കറുത്ത് കരുവാളിച്ചിരിക്കും. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പൊന്നു മാതാപിതാക്കളെ, നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറയുന്നു, നിങ്ങളുടെ മക്കൾ നിസ്കാരമില്ല എങ്കിൽ നിങ്ങൾ ഒരു പിടി ഭക്ഷണം വിളമ്പി കൊടുക്കരുത്. നിസ്കാരമില്ലാത്ത മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കരുത്, കൊടുക്കാൻ പാടില്ല. നിസ്കാരമില്ലാത്തവൻ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം അവനെതിരെ ശാപപ്രാർത്ഥന നടത്തും. തങ്ങൾ പറയുകയാണ്, നമസ്കാരമില്ലാത്തവൻ, നമസ്കാരവുമായി ബന്ധമില്ലാത്തവൻ, അവൻ തന്റെ തീന്മേശയുടെ മുന്നിലെ ഭക്ഷണത്തളികയിൽ നിന്ന് ഒരു പിടി ഭക്ഷണം അവന്റെ വായിലേക്ക് ഉയർത്തിയാൽ, ആ ഭക്ഷണം വിളിച്ചു പറയുകയാണ്, അല്ലാഹുവിന്റെ വിരോധിയേ, ഇസ്ലാമിന്റെ വിരോധിയേ, അല്ലാഹുവിന്റെ ശത്രുവേ, അല്ലാഹുവിന്റെ ഫർള് നിറവേറ്റിയിട്ടാണോ നീ ഭക്ഷണം കഴിക്കുന്നത്? അലാ അള്ളാന്റെ ശാപം നിനക്കുണ്ടാകട്ടെ, അള്ളാന്റെ ശാപം നിനക്കുണ്ടാകട്ടെ. ആ ഭക്ഷണം അവനെതിരെ ശാപ പ്രാർത്ഥന നടത്തുമെന്ന് റസൂലുള്ളാഹി. നമ്മൾ കഴിക്കുന്ന ദം ബിരിയാണി, നമ്മൾ കഴിക്കുന്ന നാടൻ ചോറ്, നമ്മൾ കഴിക്കുന്ന അൽഫഹം, നമ്മൾ കഴിക്കുന്ന ഷവർമ, നമ്മൾ കഴിക്കുന്ന ഷവായ, നമ്മൾ കുടിക്കുന്ന പൊണ്ടം, വെള്ളം, നാരങ്ങ വെള്ളം, ജ്യൂസ്, ഇത് മുഴുവനും നമുക്കെതിരെ ശപിക്കുകയാണ്. അള്ളാഹുവിന് ശുക്ർ ചെയ്യാത്ത നീ ഈ ഭക്ഷണം നീ കഴിക്കാൻ നിനക്ക് അനുവാദമില്ല, അവകാശമില്ല. ഇവന്റെ മുഖം നാളെ കറുത്ത് കരുവാളിച്ച കോലത്തിൽ പന്നിയുടെ രൂപത്തിലായിരിക്കും മഹ്ശറിലേക്ക് ഇവനെ കൊണ്ടുവരിക. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകം സൂക്ഷിച്ചാൽ നല്ലതാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സംസ്കാരമില്ലാത്ത മക്കൾ നമുക്ക് വേണ്ട, ഫായിദയില്ല. എന്ത് ഫായിദ? നാളെ മക്കൾ മാതാപിതാക്കളൊക്കെ എതിരാ പ്രശ്നങ്ങളാണ്. നാളെ മാതാപിതാക്കൾ എല്ലാം പ്രശ്നങ്ങളാണ്. അള്ളാഹു മഹ്ശറിലേക്ക് പോയില്ല, 10 മണിയായി, പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മഹ്ശറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ, അവിടെ എത്തിയിട്ടില്ല സംഭവം. മഹ്ശറിലേക്ക് പോകുന്നേ ഉള്ളൂ.
നാളെ മക്കളൊക്കെ എന്തായിരിക്കും? അങ്ങ് നിസ്കാരമില്ലാത്ത മക്കൾക്ക് ഉമ്മ ഭക്ഷണം വാരി കൊടുക്കല്ലേ, വിളമ്പി കൊടുക്കുകയോ ചെല്ല്, നിസ്കരിച്ചോന്ന് ചോദിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നം. എന്താ വരുന്നു, ഇഷ്ടംപോലെ ഹദീസ് തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ മാതാപിതാക്കൾക്കൊക്കെ പ്രശ്നമാണ്. വെള്ളം അടിച്ചിട്ട് കഞ്ചാവ് കഴിച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഉമ്മമാര് തന്റെ മക്കൾ വെള്ളം അടിച്ചിട്ട് കഞ്ചാവ് കഴിച്ച് ഡ്രഗ് തിന്നിട്ട് വരുന്ന മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്താൽ നാളെ ഈ ഉമ്മമാരുടെ ഖബറിടത്തിലെ പാമ്പായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കളെന്ന് പറഞ്ഞാൽ എന്താ സംഭവം? മക്കള് മാതാപിതാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഞാനൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ അടുത്ത സമയത്തൊക്കെ വന്ന മക്കളുടെ കാര്യങ്ങളൊക്കെ നൗദുബില്ല, ഞാൻ ഒന്നും പറയുന്നില്ല. നമ്മുടെ പ്രഭാഷണത്തിലൂടെ പറയാൻ തന്നെ നമുക്ക് ലജ്ജയുണ്ട്. മീഡിയകളിലൊക്കെ വരുന്നതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ സഹിക്കാൻ കഴിയുന്നില്ല. മഹ്ശറിലേക്ക് വരികയാണ് നമ്മളില്ലേ? മഹ്ശറിലേക്ക് കടന്നു വരുമ്പോൾ മഹ്ശറിൽ എന്താണ് സംഭവിക്കുന്നത്? മഹ്ശറിൽ വരുന്നവരുടെ അവസ്ഥ എന്താണ്? മഹ്ശറിൽ വന്ന് നിൽക്കുമ്പോൾ അള്ളാഹു നമ്മളെ കാണണ്ടേ? അള്ളാഹെ നമുക്ക് കാണണ്ടേ? وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ ആ മക്കൾ നാളെ നിങ്ങൾക്ക് ഉപകാരമുള്ളവരാവുകയില്ല. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ നല്ല നിലയിൽ നിങ്ങളും ഉപദേശിച്ചില്ല എങ്കിൽ ഈ മാതാപിതാക്കളെ കൊണ്ടും മക്കളെ കൊണ്ടും മഹ്ശറിൽ യാതൊരു ഗുണവുമില്ല. എല്ലാ ഉപ്പമാരും ഉമ്മമാരും മഹ്ശറാ വൻസഭയിൽ പരസ്പരം കണ്ടുമുട്ടുമത്രേ. പരസ്പരം അവർ കാണുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോ അന്നാണ് മനസ്സിലാക്കുക, ഉപ്പമാരെ ഉമ്മമാരെ, നിങ്ങൾ അള്ളാന്റെ മാർഗത്തിലൂടെ മക്കളെ പഠിപ്പിക്കാത്തതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷ ആ സമയത്താണ് കാണുക. ഒരു സംഭവം മാത്രം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറയുകയാണ്, വജൂഹു യൗമൈദിൻ മുസ്ഫിറ ളാഹിഖത്തുൻ മുസ്തബ്ശിറ. ചില ആളുകൾ മഹ്ശറിലേക്ക് വരുമ്പോ അല്ലാഹുവിനെ കാണുമെന്നുള്ള സന്തോഷത്താൽ ചിരിച്ചുകൊണ്ട് സുസ്മേരവദനായി സന്തോഷത്തോടെ വരുമ്പോ വജൂഹു യൗമൈദിൻ അലൈഹാ ഗബറ. ചില ആളുകളുടെ മുഖമെല്ലാം വിരൂപമായിരിക്കും, പൊടി കൊണ്ട് നിറഞ്ഞതായിരിക്കും, പൊടി പടലങ്ങളെ കൊണ്ട് മൂടപ്പെട്ടതായിരിക്കും. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ. ദുനിയാവിൽ അല്ലാഹുവിനെ നിഷേധിച്ച നിഷേധികളാണത്രേ അവർ. ദുനിയാവിൽ അല്ലാഹുവിന്റെ നിയമനിർമ്മാണങ്ങളെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്കാലുകൊണ്ട് തള്ളിക്കളഞ്ഞവരാണവർ. അവരിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട നബിയുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവ് ആസർ എന്ന് പറയുന്ന മനുഷ്യൻ. ആ നബിയുനാ റസൂലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പരിശുദ്ധമായ തൗഹീദിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനെ പോയി ഉപദേശിക്കുകയാണ്. യാ അബതി ലാ തഅബുദു ശൈത്താൻ ഇന്നശൈത്താന കാന ലിർറഹ്മാനി അസിയാ. അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് പിതാവേ. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവേ. നിങ്ങൾ ഈ കാണുന്ന ബുദ്ധുകളെ, ദേവതകളെ ആരാധിക്കരുതേ. ഈ വടവൃക്ഷങ്ങളെ, സൂര്യനെ, ദീപത്തെ ആരാധിക്കരുതേ. കല്ലുകളെ, മണ്ണുകളെ, കരിങ്കല്ലുകളെ നിങ്ങൾ ആരാധിക്കരുതേ. ഏകനായ റബ്ബ് മാത്രമേ ഉള്ളൂ. ജഗത്തിന്റെ ഉടമസ്ഥൻ അവൻ മാത്രമാണ്. അഖിലാണ്ട കടാഹത്തെ മുഴുവനും സൃഷ്ടിച്ച് സംഹരിക്കുന്ന സംഹാര കർത്താവ് അല്ലാഹുവാണ്. അവനല്ലാതെ ഒരു ഇലാഹില്ല ഉപ്പ. അതുകൊണ്ട് ലാ തഅബുദി ശൈത്താൻ, പിശാചിനെ ആരാധിക്കരുതേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനെ നോക്കി അഹോരാത്രം പറയുകയാണ്. എപ്പോഴും പറയും, പ്ലീസ് നിസ്കരിക്കണം, അനുസരിക്കണം, അല്ലാഹയെ വഴിപ്പെടണം, അല്ലാഹയെ ആരാധിക്കണം. നിങ്ങൾ പിശാചിനെ ആരാധിക്കല്ലേ, ബിംബത്തെ ആരാധിക്കരുതേ. അല്ലാഹുവിന്റെ മുന്നിൽ നെറ്റിത്തടം സമർപ്പിക്കണേ. ആ നെറ്റിത്തടം മറ്റൊരു വസ്തുവിന്റെ മുന്നിൽ കൊണ്ട് വെക്കരുതേ. അല്ലാഹ് പ്ലീസ്, ഉപ്പ വാപ്പ കേൾക്കണേ. വാപ്പ ഉപദേശിച്ചു. എവിടെ വാപ്പ? അഹങ്കാരിയും ധിക്കാരിയും മുശ്രിക്കും കാഫിറുമായ വാപ്പ. ഏയ് ഇബ്രാഹിം,
എന്നെ നീ പഠിപ്പിക്കണ്ട, നീ എന്നെ ഉപദേശിക്കണം. ഞാൻ പറയുന്നത് നീ പറയുന്നതിൽ നിന്ന് മാറി നിന്റെ ആദർശത്തിൽ നിന്ന് ഒഴിവായി ഈ നാട്ടിൽ നിന്ന് വണ്ടി വിട്ടോണം, ഇല്ലെങ്കിൽ നിന്റെ കാല് ഞാൻ തച്ചുടിച്ചു കളയും, വെട്ടിക്കളയും, ഇറങ്ങിപ്പോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അടിച്ചോടിക്കേണ്ട വാപ്പ. എന്തിന്? നിസ്കരിക്കാൻ പറഞ്ഞതിന്, നിസ്കരിക്കാൻ പറഞ്ഞതിന്, അല്ലാഹയെ ആരാധിക്കാൻ പറഞ്ഞതിന്, ഇബാദത്ത് എടുക്കാൻ പറഞ്ഞതിന് ഇറക്കി വിടുക. പോയില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറെ പരിശ്രമിച്ചു, ഇല്ല, കിട്ടിയില്ല, അനുസരിച്ചില്ല, രണ്ടുപേരും മരിച്ചുപോയി. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലപോലെ കേട്ടോ, നാളെ മഹ്ശറിലേക്ക് ഇതാ വരികയാണ് ആര്? യൽഖാ ഇബ്രാഹീമു അബാഹു ആസറ വഅലാ വജ്ഹി ആസറ ഖതറതു വഗബറാ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നാളെ മഹ്ശറ വൻസഭയിൽ നിൽക്കുമ്പോ തന്റെ പിതാവായ ആസർ നാളെ മഹ്ശറിലേക്ക് കടന്നു വരികയാണ്. തന്റെ വാപ്പായെ മകൻ തിരിച്ചറിയുന്നു, മകനെ ഉപ്പ തിരിച്ചറിയുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ വഅലാ വജ്ഹി ആസറ ഗബറതു വഖതറാ. ആസറിന്റെ മുഖത്ത് പൊടിപടലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെയും അവന്റെ മുബാറക്കായ മുഖത്തെയും കാണാൻ കഴിയുന്നില്ല, സ്വർഗ്ഗഹൂരികളെ കാണാൻ കഴിയുന്നില്ല, പ്രവാചകന്മാരെ കണ്ടാസ്വദിക്കാൻ കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന്റെ വാപ്പയാണ്, ഉപ്പയാണ്, പിതാവാണ് സംഭവം. ശരി, ആ പിതാവിന്റെ മുഖത്ത് പൊടിപടലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വികൃതമായ കോലത്തിലാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം തന്റെ വാപ്പായെ നാളെ മഹ്ശറിൽ വെച്ച് കാണുന്നത്. വാപ്പായുടെ അരികിലേക്ക് മകൻ അടുത്തു വരുമ്പോ വളരെ ദയനീയമായ ഭാഷയിൽ ദയയോടെ കാരുണ്യത്തോടെ ഉപ്പായോട്, ഈ വാപ്പയോട് ഈ മകൻ വിളിച്ചു പറയുകയാണ്, യാ അബതി ഉപ്പാ അലം അഖുൽ ലക ലാ തഅസീനി. ഉപ്പാ, ദുനിയാവിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നെ ധിക്കരിക്കരുതേ, എന്നെ നിഷേധിക്കരുതേ. ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്, എന്നെ ധിക്കരിക്കരുതേ എന്ന് ദുനിയാവിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോ എന്റെ ഉപ്പയായ നിങ്ങളും നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരും എന്നെ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചില്ലേ ഉപ്പാ എന്ന് മനസ്സിലാക്കിയോ? അല്ലാഹുവിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലേ? ഇന്ന് മഹ്ശർ എന്ന് പറയുന്ന വിയർപ്പിൽ കുളിക്കുന്ന രംഗം നിങ്ങൾ കാണുന്നില്ലയോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി തന്റെ വാപ്പയോട് പറയുമ്പോ ഇബ്രാഹിം എന്ന് പറയുന്ന മുത്തുമോന്റെ പൊന്നുമോന്റെ കാല് പിടിക്കുകയാ. ആസർ എന്ന് പറയുന്ന ധിക്കാരിയായ വാപ്പ കാല് പിടിക്കുകയാണ്. യാ ബുനയ്യ, പൊന്നുമോനെ ഇബ്രാഹിമേ, അൽയൗമ ലാ ഉസീക ശൈആ, ഇന്നേ ദിവസത്തിൽ നിനക്കെതിരെ ഞാൻ വർത്തിക്കുകയില്ല. നീ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് എന്റെ പൊന്നുമോനെ നീ എന്നോട് കരുണ കാട്ടണേ. ഈ മഹാവിസ്ഫോടനത്തിൽ നിന്ന്, ഈ സൂര്യന്റെ ചൂടിൽ നിന്ന് എന്റെ മുഖത്തിന്റെ കെട്ട് നീ ഒന്ന് അഴിച്ചു മാറ്റുവോ? എന്റെ മുഖത്തിന്റെ വിരൂപം നീ ഒന്ന് മാറ്റിത്തരുവോ? എന്നെ നീ ഒന്ന് സഹായിക്കണേ എന്റെ പൊന്നുമകനെ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയോട് സ്വന്തം പിതാവ് വിലപിക്കുകയാണ്. വാപ്പല്ലേ, വാപ്പല്ലേ എന്തൊക്കെ ആയാൽ തന്നെയും തന്റെ ഉപ്പ അല്ലേ? നമ്മളൊക്കെ മക്കൾ ഒളിച്ചോടി പോകുമ്പോ നമ്മള് പള്ളിയിൽ പോയിട്ട് എഴുതി വെക്കും, എനിക്ക് അങ്ങനെ ഒരു മകളെ ഇല്ല. നമ്മൾ എഴുതി വെക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, ഔക്കറിച്ച അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോ ഉദാഹരണത്തിനായി ഈ പേര് പറയുന്നത് കേട്ടോ, ഔക്കറിച്ചാന്നോ, അതൊക്കെ ഒരു ഉദാഹരണത്തിന് പറയണം. അപ്പൊ ചിലര് വിചാരിക്കും ഇങ്ങനൊക്കെ സംഭവം ഉണ്ടോ, നേരത്തെ ഇങ്ങനെ ഔക്കറിച്ചാരെ മോള് വല്ലതും പോയോ? ഏകം ഞാനൊരു ഉമ്മ പേരിന് ഒരു ഉദാഹരണത്തിന് പറയാം. അപ്പൊ നിങ്ങളത് വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ചു പോയത് കേട്ടോ. ഇപ്പൊ ഖാലിദ് ചേരുന്ന ചിരിക്കുന്ന ഔക്കറിച്ച. ഇന്നലെ എന്തോ ഞാനൊരു വിഷയം പറഞ്ഞപ്പോ ഇങ്ങനെ ഔക്കറിച്ച മുൻ പ്രസിഡന്റ് ഔക്കറിച്ച എന്നൊക്കെ അത് ഉദാഹരണത്തിന് ഇങ്ങനെ പറഞ്ഞു പോയത്. അപ്പൊ ഖാലിദ് പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ല ഉസ്താദ്, ഇവിടൊക്കെ അങ്ങനെ മുൻ പ്രസിഡന്റുമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് സ്വാഭാവികമായിട്ട് കാണുമല്ലോ. ഒരു ഉദാഹരണം അബൂക്കർ, എന്റെയും പേര് അബൂക്കർ എന്നല്ലേ. അപ്പൊ എന്റെ പേരായതുകൊണ്ട് കൂടുതൽ ഞാൻ അതിനെ അങ്ങോട്ട് താങ്ങിക്കൊണ്ട് പറയുന്നത്. വേറെ ആരുടെയും പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. അപ്പൊ ഇച്ഛാന്നും കൂടെ കൂട്ടി ഞാൻ ഇപ്പൊ താടിയൊക്കെ തരച്ചുകൊണ്ട് ഔക്കറിച്ച തന്നെ ആയിപ്പോ.
ഇനിയിപ്പോ വേറെന്താ? താടി നരയ്ക്കാതിരുന്ന സമയത്ത് കാസർഗോഡ് ഒന്ന് പ്രസംഗിച്ച് താടിയും ധരിച്ച്. എത്രയാ ഓതിയത്, എത്രയാ ഹദീസ്, എത്രയാ, എന്നിട്ട് വല്ല മാറ്റമുണ്ടോ? സംഭവം എനിക്ക് മാറ്റമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളുടെ അല്ല, എന്റെ കാര്യമാണ്. എനിക്കൊരു മാറ്റവും ഇല്ല ഇതുവരെ. അള്ളാഹു നമുക്ക് ഹിദായത്ത് തരട്ടെ. അപ്പൊ നാളെ ഉപ്പായും ഉമ്മയൊക്കെ കാണും, മക്കളും വാപ്പായും എല്ലാവരും നമ്മൾ പരസ്പരം കാണും, എല്ലാവരും കാണും. അങ്ങ് കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു, മോനെ പ്ലീസ് ഒന്ന് രക്ഷപ്പെടുത്തോ, സഹായിക്കോ. എന്തായാലും എന്റെ ഉപ്പ അല്ലേ, അള്ളാഹയോടൊന്ന് ചോദിച്ചു നോക്കാം. അന്ന് റെക്കമെൻഡേഷൻ SPയെയും DYSP ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല, ഊപ്പർവാലയെ തന്നെ വിളിക്കണം, അള്ളാഹയെ തന്നെ വിളിക്കണം, അല്ലേ വേറെ മാർഗ്ഗമില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് തിരിയുകയാണ്. അല്ലാഹുമ്മ ഇന്നക വഅതനി അല്ലാ തുഖ്സിയനി യൗമ യുബ്അസൂൻ. അല്ലാഹുവേ, ദുനിയാവിൽ വെച്ച് നീ എനിക്ക് വാഗ്ദാനം നൽകിയതാണല്ലോ, എന്നെ ആഖിറത്തിൽ നിന്ദ്യനാക്കുകയില്ല, നിസാരനാക്കുകയില്ല എന്ന് നീ ആഖിറത്തിൽ വെച്ച് എനിക്ക് ദുനിയാവിൽ വെച്ച് വാക്ക് തന്നവനാണല്ലോ. ഇന്നേ ദിവസത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അപമാനം എന്റെ ഉപ്പയാ. ഒരു പ്രവാചകന്റെ ഉപ്പ എന്ന നിലയ്ക്ക് എന്റെ ഉപ്പാന്റെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ കഴിയുന്നില്ല. എന്റെ ഉപ്പാന്റെ മുഖം വിവർണമാണ്, വികൃതമാണ്, വിരൂപമാണ്. എന്റെ ഉപ്പാന്റെ മുഖം മുഴുവനും മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാദാ, എന്റെ ഉപ്പായെ നീ ഒന്ന് രക്ഷപ്പെടുത്തുമോ അല്ലാ. അള്ളാന്റെ മറുപടി എന്താ? ഒരു പ്രവാചകന്റെ ചോദ്യമാണ്, മനസ്സിലാക്കണം. ആഖിറത്തിൽ മഹ്ശറിൽ ഒരു പ്രവാചകന്റെ ചോദ്യമാണ്. ഒരു പ്രവാചകൻ ചോദിക്കണം, എന്റെ ഉപ്പയെ ഒന്ന് രക്ഷപ്പെടുത്തണം, എന്റെ ഉപ്പയെ ഒന്ന് സഹായിക്കണം അല്ലാഹ്. മഹ്ശറിൽ ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറുപടി, വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞൊന്നും നോക്കുന്നില്ല. യാ ഇബ്രാഹിം, ഏ ഇബ്രാഹിമേ, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. ദുനിയാവിൽ എന്നെ നിഷേധിച്ച് തള്ളിയ നിഷേധികൾക്ക് ഞാൻ സ്വർഗം ഹറാമാക്കി, നിഷിദ്ധമാക്കി. ഇബ്രാഹിം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുഃഖിതനാണ്. ദുഃഖാകുലനാകുന്നത് കണ്ടപ്പോ അല്ലാഹു പെട്ടെന്ന് റൂട്ട് മാറ്റുകയാണ്. യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, മാദാ തഹ്ത റിജ്ലൈക്, ഉൻദുർ മാദാ തഹ്ത റിജ്ലൈക്. ഒന്ന് നോക്കൂ ഇബ്രാഹിമേ, നിന്റെ കാലിന്റെ കീഴിൽ എന്തോ ഒരു വസ്തു ഇഴയുന്നുണ്ട്. ഇബ്രാഹിം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോ ഫൈദാ ബിദീഖിൻ മുൽതതിഖിൻ, ഏതോ ഒരു മാലിന്യ വസ്തു തന്റെ കാലിൽ കിടന്ന് ചുറ്റുകയാണ്. ഒരു വൃത്തികെട്ട വസ്തു, ഒരു ദുർഗന്ധം വമിക്കുന്ന നീചമായ ഒരു വൃത്തികെട്ട വസ്തു തന്റെ കാലിൽ കിടന്ന് ചുറ്റുന്നത് കണ്ട് എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിട്ട് ഫയൂഖദു ബിഖവായിമിഹാ, അതിന്റെ ചെവിയിൽ പിടിക്കുകയാണ്. ഫയുൽഖാ ഫിന്നാർ, നേരെ ഇബ്രാഹിമിന്റെ മുന്നിലേക്ക് നരകത്തെ അല്ലാഹു കൊണ്ടെത്തിക്കുകയാണ്. ആ നികൃഷ്ടമായ ജീവിയെ സ്വന്തം കൈകൊണ്ട് പിടിച്ചെടുത്ത് നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ആരാണത്? എന്റെ പൊന്നു സഹോദരാ, അഹങ്കാരിയും തെമ്മാടിയുമായി ഈ ദുനിയാവിൽ വാപ്പ ജീവിക്കട്ടെ, മക്കള് ജീവിക്കട്ടെ, സ്വന്തം വാപ്പായെ ചെവിക്ക് പിടിച്ച് മക്കളെ കൊണ്ട് നരകത്തിലേക്ക് എറിയും എന്നതിന്റെ തെളിവാണ്. നമസ്കാരമില്ലാത്ത മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നമസ്കാരമുള്ളവരാണ്, ഇബാദത്തുള്ളവരാണ്. നിങ്ങൾ കുടിച്ചു കൂത്താടി അഹങ്കാരികളായി ദുനിയാവിൽ കഴിയുന്നവരാണെങ്കിൽ നാളെ മഹ്ശറിൽ നിങ്ങളുടെ മക്കളുടെ കൈ കൊണ്ട് തന്നെ നിങ്ങളെ പിടിച്ചല്ലാഹു നരകത്തിലേക്ക് എറിയും കേട്ടോ. ഏ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നാളെ പിഴച്ചു പോയവരാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ വഴികളിലൂടെ സഞ്ചരിക്കാത്ത
കഴിയാത്തവരാണെങ്കിൽ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ മക്കളെ മഹ്ശറിൽ വെച്ച് ചെവിക്ക് പിടിച്ച് നരകത്തിലേക്ക് എറിയേണ്ടവരാകും. അതിന്റെ ഉദാഹരണമല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ സ്വന്തം പിതാവിനെ ഒരു നീചമായ വസ്തുവാക്കി അല്ലാഹു മാറ്റിയത്, നികൃഷ്ടമായ വസ്തുവാക്കി അല്ലാഹു മാറ്റിയത്. ആ ഇബ്രാഹിം സ്വന്തം കൈകൊണ്ട് പിതാവിനെ എടുക്കുകയാ. അറിയുന്നില്ല ഇതെന്റെ ഉപ്പയാണെന്നറിയുന്നില്ല. നരകത്തിലേക്ക് എറിയപ്പെട്ടതിന് ശേഷമാണ് ഇബ്രാഹിം നബി അറിയുന്നത് ഇതെന്റെ ഉപ്പയാണ്. കാലമൊന്ന് തിരിഞ്ഞു ചിന്തിക്കണേ. ഒരു കാലഘട്ടത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ സ്വന്തം വാപ്പയല്ലേ പടഹധ്വനി മുഴക്കി രംഗത്തേക്ക് ഇറങ്ങി വന്നത്. എത്രയോ കിലോമീറ്റർ കണക്ക് വലിയ കിടങ്ങ് കുഴിച്ചിട്ട് അഗ്നി അതിൽ ആളിക്കത്തുന്ന അവസ്ഥയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വന്തം പിതാവിന്റെ സാന്നിധ്യത്തിൽ കൊണ്ടുവന്ന് ആ വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റുകയാണ്. മഹാനായ പ്രവാചകനാണ്, ആ ലോകത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് ബഹുമാൻ ഇബ്രാഹിം നബിയെ തന്റെ ശരീരത്തിന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി വിവസ്ത്രനായി ഒരു നൂലുകൊണ്ട് പോലും നാണം മറയ്ക്കാതെ ആ അഗ്നിഗോളത്തിലേക്ക് വലിച്ചെറിയാൻ ഈ ഉപ്പയല്ലേ നേതൃത്വം കൊടുത്തത്. കാലം തിരിച്ചു വരട്ടെ. മഹ്ശർ എന്ന് പറയുന്ന ഒരു ലോകമുണ്ടെങ്കിൽ അവിടെ നീതിയാണ്, ധർമ്മമാണ് അവിടെ അല്ലാഹു കാണിച്ചു കൊടുക്കുക. അത് തന്നെയല്ലേ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, എല്ലാ മനുഷ്യരെയും മഹ്ശറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുമ്പോ അവരുടെ ശരീരത്തിൽ വസ്ത്രം കാണുകയേ ഇല്ല. ഫയുക്സാ അവ്വലു മർറത്തിൻ ഇബ്രാഹിം ഔ കമാ ഖാല റസൂലുള്ളാഹി. ആദ്യമായി മഹ്ശറിൽ വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാ. കാരണം എന്താ? ഈ തീച്ചൂളയിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിയപ്പെടുമ്പോ അവിടുത്തെ വസ്ത്രങ്ങളെല്ലാം ആ അഹങ്കാരികൾ അഴിച്ചു മാറ്റിയില്ലേ. വിവസ്ത്രനായി 40 ദിവസക്കാലത്തോളം ആ അഗ്നികുണ്ടാരത്തിൽ ഇബ്രാഹിം നബിയെ അല്ലാഹു പാർപ്പിച്ചില്ലേ. അതല്ലേ ഖുർആന്റെ ആയത്തിറങ്ങിയത്, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയുടെ ഉടമസ്ഥൻ ഞാനാണ്, പടച്ച തമ്പുരാൻ പറയുകയാണ്. അതുകൊണ്ട് തീയേ ഇബ്രാഹിമിന്റെ മേൽ നീ ശീതളമാകണേ. എന്നെ പൊന്നുപെങ്ങളെ, അടുക്കളയിൽ നിങ്ങളുടെ കയ്യിൽ ചൂടുവെള്ളം വീഴുമ്പോ തീയിൽ നിങ്ങളുടെ ശരീരം പൊള്ളിപ്പോയാൽ ഈ ആയത്ത് നിങ്ങൾ 7 പ്രാവശ്യം ഓതണേ. നിങ്ങളുടെ ചൂടിനും നിങ്ങളുടെ തീക്കും ഒരു ശമനമുണ്ടാകും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയ സന്ദേശമാണ്. അതുകൊണ്ടാണ് ആദ്യമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാളെ വസ്ത്രം ധരിപ്പിക്കപ്പെടുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വന്തം പിതാവ് ഇബ്രാഹിം നബിയെ തീയിലേക്ക് വലിച്ചെറിഞ്ഞുവെങ്കിൽ നാളെ മഹ്ശറാവൻ സഭയിൽ സ്വന്തം മകൻ വാപ്പ